തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ് പിലാക്കാവ് വിളനിലം റോഡ്. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3.25 കോടി രൂപ അനുവദിച്ചിരുന്നു. കരാറുകാരന്റെ അനാസ്ഥ മൂലം റോഡ് പണി ഇഴയുകയാണ്. 200ഓളം കുടുംബങ്ങൾ ആശ്രയിക്കുന്ന വഴിയാണ് നാളുകളേറെയായി തകർന്നു കിടക്കുന്നത്. മഴയെത്തിയാൽ കാൽനട യാത്ര പോലും ദുഷ്കരമാണ്. ദീപക് മോഹൻ പറയും അവിടുത്തെ യാഥാർത്ഥ്യമെന്തെന്ന്. ഓവർ ടു യു ദീപക്. സുജയ, മാനന്തവാടി നഗരസഭയ്ക്ക് കീഴിലുള്ള 3 ഡിവിഷനുകളിലൂടെ കടന്നുപോകുന്ന 3 കിലോമീറ്റർ റോഡാണിത്. പിലാക്കാവ് വിളനിലം റോഡായ ഈ 3.5 കിലോമീറ്ററോളം റോഡിന്റെ പണി 2020-2021 കാലഘട്ടത്തിൽ റീബിൽഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3,86,00,000 രൂപ വകയിരുത്തിയ പണി ആരംഭിച്ച റോഡാണ്. എന്നാൽ പിന്നീട് കരാറുകാരന്റെ അനാസ്ഥയെ തുടർന്ന് ഈ റോഡിന്റെ പണി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ഏകദേശം 200ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന ഈ പ്രദേശത്ത് കാൽനട യാത്ര പോലും ദുഷ്കരമാണ്. മഴ പെയ്തു കഴിഞ്ഞാൽ ചെളികുളമാവുകയും അതോടൊപ്പം വെയിലാവുന്ന സമയത്ത് പൊടി മൂലവും ഈ പ്രദേശവാസികൾ തന്നെ ദുരിതത്തിലാണ്. നിരവധി തവണ ഇവർ അധികൃതർക്ക് പരാതി നൽകിയിട്ടും ഇത്തരത്തിൽ ഈ റോഡിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായില്ല. ഇപ്പോൾ നമ്മളോടൊപ്പം ഈ 3 ഡിവിഷനിലുള്ള ജനപ്രതിനിധികൾ നമ്മളോടൊപ്പം ചേരുകയും നിങ്ങൾ ഈ കരാറുകാരനെ ബന്ധപ്പെട്ട സമയത്ത് എന്തായിരുന്നു ആളുടെ മറുപടി? നമ്മൾ 2018 പ്രളയത്തിൽ ഈ റോഡ് പറ്റ തകർന്നു പോയതാണ്. ആ സമയത്ത് അവിടുത്തെ അന്നത്തെ സർക്കാർ അതുപോലെ തന്നെ അന്നത്തെ നഗരസഭ ഭരണസമിതിയൊക്കെ കൂടെ തന്നെ ശക്തമായി ഇടപെട്ടതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് റീബിൽഡിൽ ഉൾപ്പെടുത്തി 2,85,00,000 രൂപ അനുവദിക്കപ്പെടുന്നത്. അതിനുശേഷം ടെൻഡർ ആവുകയും കരാറുകാരൻ വർക്ക് ആരംഭിക്കുകയും ചെയ്തു. ആ തുടങ്ങിയ ഘട്ടത്തില് വലിയ ഒരു ഉത്സവം പോലെയായിരുന്നു. ജനങ്ങളെല്ലാം ഒത്തൊരുമയോടുകൂടി ഈ റോഡ് എല്ലാവരുടെയും സ്വപ്നമായിരുന്നു. ആ സ്വപ്നത്തെ സാക്ഷാത്കരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി എല്ലാവരും ഒറ്റ കൈയിൽ നിന്നുകൊണ്ടായിട്ടാണ് ഈ വർക്ക് ആരംഭിക്കുകയും ഇത് തുടർന്നു പോവുകയും ചെയ്തു. പിന്നീട് കരാറുകാരൻ അനാസ്ഥ കാണിക്കുകയും ഈ റോഡ് പാതി വഴിയിലായി ഒരു മെല്ലപ്പോക്കാണ് പിന്നെ കണ്ടത്. അങ്ങനെ നിരന്തരം പരാതികൾ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ MLA ശ്രദ്ധയിൽപ്പെടുത്തുകയും അദ്ദേഹം അവരെ വിളിച്ച് വാൺ ചെയ്യുകയും ഒക്കെ ചെയ്തു. പക്ഷേ തുടർന്ന് ഈ അനാസ്ഥ കടന്നു പോകുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹത്തെ ടെർമിനേറ്റ് ചെയ്യണമെന്നുള്ള ആവശ്യം ഉയർന്നു വരികയും അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ഇടപെട്ട് ടെർമിനേറ്റ് ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ റീടെൻഡറിലേക്ക് പോയിരിക്കുകയാണ്. പക്ഷേ പഴയ കരാറുകാരൻ കേസിന് പോയിരിക്കുകയാണ്. ഈ റോഡ് എന്ന് പറയുന്നത് ഒരു പൊതു റോഡാണ്. ആ നിലയിൽ നഗരസഭ തികച്ചും അനാസ്ഥതയാണ് കുറച്ചു കാലങ്ങളായിട്ട് കാണിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ജനങ്ങളുടെയും അതുപോലെ ഞങ്ങളുടെ ഒക്കെ തന്നെ ഇടപെടലിന്റെ ഭാഗമായിട്ട് കേസിൽ കക്ഷി ചേരുന്നതിന് വേണ്ടിയുള്ള തീരുമാനമെടുക്കുകയും അതിനുവേണ്ടി വക്കീലിന് വെക്കുന്നതിനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരു രോഗിക്ക് പോകാനോ ഒരു ഗർഭിണിയെ കൊണ്ടുപോകാനോ കുട്ടികൾക്ക് സ്കൂളിൽ പോകാനോ ഒന്നും കഴിയുന്നില്ല. ഇനിയിപ്പോൾ മഴയായി കഴിഞ്ഞത് മൊത്തം വെള്ളമായിരിക്കും, ചെളിവെള്ളമായിരിക്കും. അതിനകത്തൂടെ വേണം ജനങ്ങൾ കടന്നു പോകാൻ. അത്രയും വലിയൊരു പ്രയാസത്തിലാണ് ഇപ്പൊ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നിരവധി 200-ലധികം കുടുംബങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ്. ജസ്സി, കുറ്റമൂല, പിലാക്കാവ് തുടങ്ങിയ പ്രദേശങ്ങളിലൂടെ കടന്നുപോകുന്ന റോഡിന്റെ ദുരിതമായ ഒരു അവസ്ഥ കാരണം നിരവധി ആളുകളാണ് ദിവസവും ബുദ്ധിമുട്ടിലാവുന്നത്. ഇനിയിപ്പോൾ സ്കൂൾ തുറക്കുന്ന കാലഘട്ടമാണ്. ആ സമയം ആകുമ്പോഴേക്കുമൊക്കെ ഒരുപാട് കുട്ടികൾ ഇതിലെ യാത്ര ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടാവും. അപ്പോഴേക്കും റോഡ് എങ്ങനെയെങ്കിലും പണി തീരണമെന്നാണ് നാട്ടുകാരുടെ ഒരു ആവശ്യം. ഏതായാലും ഉടൻ തന്നെ റോഡ് പണി നടക്കുവാൻ വേണ്ടി ഇപ്പോൾ നഗരസഭ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. എന്താണ് നഗരസഭ ഇപ്പോൾ കോടതിയോട് ഉള്ള ഒരു സഹായം ആവശ്യപ്പെട്ടിരിക്കുന്നത്? കക്ഷി ചേരണമെന്നാണ് നഗരസഭ പിന്നെ എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ടവര് ഈ റോഡിന്റെ പണി പൂർത്തീകരിക്കുക, യാത്രാ സൗകര്യം ആക്കി കൊടുക്കണമെന്നാണ് പറയാനുള്ളത്. നഗരസഭയുടെ ആവശ്യമാണ്. തീർച്ചയായും സുജയ, ഈ റോഡിന്റെ ഒരു അവസ്ഥ നമ്മൾ വരുന്ന വഴിക്ക് കാണാം. ഒരു ഓട്ടോറിക്ഷ പോലും ഈ ഭാഗത്തേക്ക് വിളിച്ചു കഴിഞ്ഞാൽ വരാൻ മടിക്കുകയാണ്. കാരണം റോഡിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. അതോടൊപ്പം മഴ പെയ്തതുകൊണ്ട് തന്നെ മിക്കയിടങ്ങളിലും ചെളികുളമാണ്. വാഹനങ്ങൾ മാത്രമല്ല കാൽനട യാത്ര പോലും ദുഷ്കരമാണ് ഇവിടെ. എത്രയും വേഗം ഈ റോഡിന്റെ പണി പൂർത്തിയാക്കണമെന്ന് തന്നെയാണ് പ്രദേശവാസികളുടെ ആവശ്യം. ഓക്കെ, താങ്ക് യു ദീപക് മോഹൻ. പിലാക്കാവ് വിളനിലം റോഡിന് 3.25 കോടി രൂപ വാങ്ങി കയ്യിൽ വെച്ചിരിക്കുന്ന കരാറുകാരനുണ്ടല്ലോ, ഈ ദൃശ്യം കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഉടൻ തന്നെ ആ റോഡ് പണിതില്ലെങ്കിൽ വീണ്ടും ഞങ്ങൾ ഒരു വരവ് കൂടി വരും. ആ കൂടെ ജനപ്രതിനിധികളെയും കൂടി കൊണ്ടുവന്ന് ആ പണി തീർക്കുമെന്ന് ഉറപ്പാക്കിയിട്ടേ നമ്മൾ അവിടെ നിന്ന് പിന്നോട്ട് പോവുകയുള്ളൂ. റിപ്പോർട്ടർ ആസ് എ മീഡിയ ആക്ടിവിസ്റ്റ് ഈ വിഷയത്തിന് പിന്നാലെ ഉണ്ടാകുമെന്ന് പിലാക്കാവ് വിളനിലം റോഡ് ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഒരു ഉറപ്പ് നൽകിക്കൊണ്ട് നമ്മൾ അടുത്ത കാഴ്ചയിലേക്ക് പോകും.